രാഹുൽ ഈശ്വറിൻ്റെ ഉടായ്പും തെണ്ടിത്തരമൊന്നും ഓൾ കേരള മെൻസ് അസോസിയേഷനോടും എന്നോടും വേണ്ട എന്നുള്ളത് ഞാൻ ആദ്യമേ പറയുകയാണ്. അതുപോലെ ഒരു പോക്സോ കേസ് പ്രതി സംഘടനയ്ക്ക് നാളെ നടക്കുന്ന പ്രോഗ്രാമിനെതിരെ ഒരു പരാതി കൺട്രോൾമെൻറ്റിൽ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ നമസ്കാരം, ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ. ആദ്യം ഒരു പോക്സോ കേസ് പ്രതി, അവൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഞാൻ പേര് പറഞ്ഞ് വൈറലാവാൻ വേണ്ടി അവൻ എങ്ങനെ മറ്റുള്ളവരിൽ അറിയപ്പെടാമെന്ന് കാണിച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ വന്ന് നെഗറ്റീവ് കമൻസൊക്കെ നമ്മുടെ പേജിൽ കൊണ്ടുവന്നിടുന്നത്. മുൻപ് പോക്സോ കേസിൽ അവൻ ഒരു പെൺകുട്ടിയെ, കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ഉറപ്പുണ്ടായതുകൊണ്ട്, കാര്യം ഇവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് അവനെ സംഘടനയിൽ എടുത്തു. ഇവന് വേണ്ടി ഒരുപാട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തു. ഞാൻ സംസാരിച്ചു. പിന്നീട് അവൻ തന്നെ എറണാകുളത്ത് വെച്ച് റൂമിൽ വെച്ച് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നോട് പറഞ്ഞപ്പോൾ, കാഴ്ചയില്ലാത്ത 14 വയസ്സായ പെൺകുട്ടിയാണ്. ഇവനത് 10 ലക്ഷം രൂപ എന്തോ ഓഫർ ചെയ്താണ് ആ കേസിൽ നിന്ന് ഊരിയതവൻ. 160 ദിവസം ജയിലിൽ കിടന്നതാണ്. അപ്പോൾ അവനിപ്പോൾ കോടതിയിൽ നിന്ന് എന്നെ വെറുതെ വിട്ടു. അപ്പോൾ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞാൽ ഓർഡർ തള്ളിക്കൊണ്ടിരിക്കുന്നത്. എടോ, അങ്ങനെയാണെങ്കിൽ നീ ആദ്യം പോയി ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്കെതിരെയും നിനക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെയും നിന്നെ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരെയും നീ ആണാണെങ്കിൽ കൊണ്ടുകൊട്, പരാതി കൊട്, നഷ്ടപരിഹാരത്തിന് കൊട്. അതാണ് നിൻ്റെ ആണത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിനക്ക് വേണ്ടിയിട്ടുള്ള സംസാരിച്ച് സമയം കളയാൻ എനിക്കില്ല. അപ്പം കൺട്രോൾമെൻറ്റിൽ നീ പരാതി കൊടുത്തു എന്ന് വെച്ച് എന്നെ അങ്ങ് മൂക്കി കയറ്റിക്കളയൊന്നും വിചാരിക്കരുതേ. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് കയറി ചൊറിയാനോ കളിക്കാനോ വരരുത്. എന്തായാലും ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, എനിക്ക് ഒരല്പം ശാരീരിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നീയും ഇന്നെപ്പോലുള്ള കുറേ കൊടിച്ചിപ്പട്ടികളും എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഒന്നും നിൻ്റെ നാക്ക് പൊങ്ങിയിട്ടില്ല, ഓർമ്മ വേണം. മുമ്പൊന്നും നിൻ്റെ നാക്ക് പൊങ്ങിയിട്ടില്ല. നീയൊക്കെ മാപ്പ് കരഞ്ഞ് വിളിച്ച് മാപ്പ് പറയുന്ന വീഡിയോ വരും, വലിയ താമസമൊന്നുമില്ല, ഒരു സംശയവുമില്ല. ഇനി അതുപോലെ ഒരു ജോയി അറക്കൽ, അവനും ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. അവനെന്താ മുൻപൊക്കെ മുട്ട് വിറയ്ക്കുമായിരുന്നോ? എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് സംസാരിച്ചിരിക്കുകയാണ്. നാണാണോടോ നീയൊക്കെ? ആണാണോ? മൂക്കിന് താഴെ മറ്റേ മീശയും വെച്ച് മുട്ട തലയും വെച്ച് നടന്നാൽ പോരാ. മനസ്സിലായോ? സംസാരിക്കേണ്ട നേർക്ക് നേരെ സംസാരിക്കുക. എല്ലാം എവിടെയെങ്കിലും ഒരു വോയിസ് ഇട്ടിട്ട് അതിനെ വീഡിയോ ആക്കി എടുക്കുകയല്ല. എന്നോട് സംസാരിക്കാൻ തന്നെ കാണത്തുണ്ടോ? സംസാരിക്കാൻ കഴിവുണ്ടോ? പണ്ട് നീ ഒരു ഗുണ്ടേ വിട്ട് എൻ്റെ അടുത്ത് എറണാകുളത്തുള്ള ഗുണ്ടേ വിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ആളുമായിട്ട് സംസാരിച്ച് ആണ് നീ എൻ്റെ അടുത്ത് വന്നത്. എനിക്കിതൊക്കെ എൻ്റെ തലക്കിടക്ക് രോമത്തിന് തുല്യമാണ്. മനസ്സിലായോ? ഇനി രാഹുൽ ഈശ്വറിലേക്ക് വരാം. രാഹുൽ ഈശ്വർ ഒരു പട്ടി ഷോയാണ് ഇപ്പോൾ ഇന്നലെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് വരെ ഇവൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് ഇവന്മാരല്ല, ഈ പ്രോഗ്രാമിന് നമ്മുടെ പ്രോഗ്രാമിൽ കൂട്ടാത്തതിലുള്ള ഒരു ചുരുക്കമാണ്. കാര്യം ഇവനൊക്കെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രോഗ്രാമുകൾ മുമ്പ് ഉണ്ടാക്കി നമ്മുടെ കാശും എൻ്റെ സംഘടനയിലുള്ളവരുടെ കാശും മുടക്കി ഓരോ പ്രോഗ്രാം നടത്തി ഇവനെയൊക്കെ ഷോ കാണിക്കാൻ വിട്ടതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അന്ന് ഒരുപാട് പേര് പറഞ്ഞു രാഹുൽ ഈശ്വറിനെ വിളിക്കരുതെന്ന്. അത് കേൾക്കാതെയാണ്, ചതിവനാണ്, വഞ്ചകനാണെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ് ഞാൻ വിളിച്ചത് 2022. അന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് പറയാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ മെൻസ് കമ്മീഷൻ, നമുക്ക് ആവശ്യം എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പ്ലക്കാർഡിലേക്ക് എഴുതിയിരുന്ന മെൻസ് കമ്മീഷൻ വേണം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അന്നാണ് അയാൾ ആദ്യമായിട്ട് മെൻസ് കമ്മീഷൻ വേണമെന്ന് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ മെൻസ് കമ്മീഷൻ അവൻ്റെ കുടുംബ സ്വത്താക്കാൻ വേണ്ടി നടന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മെനഞ്ഞാന്ന് വരെ ഇയാൾ വിചാരിച്ച് കാണും നാളത്തെ പ്രോഗ്രാമിന് ഇവനെയും കൂട്ടുമെന്ന്. ഇവനെ പോലുള്ള ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്തവന്മാരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പുരുഷന്മാർക്ക് വേണ്ടി, പുരുഷൻ എന്ന് പറയുന്ന കൂടെ കൊണ്ടുവരുന്നത്, എനിക്ക് ഒരു വിഷയം വന്നപ്പോൾ ഉപകാരമില്ലാത്തവൻ നാട്ടിൽ ഏത് പുരുഷന്മാർക്ക് എന്തുണ്ടാക്കി കൊടുക്കുന്ന ഇയാൾ LLB എടുത്തു എന്ന് പറയുന്നു. ഒരാൾ ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു വീഡിയോയിൽ ആരോ ഇട്ടു വന്നു, മറ്റുള്ളവർ പറയുന്ന ഇതുപോലുള്ള പ്രശ്നത്തിൽ പിടിച്ച് കിടക്കുന്ന പുരുഷന്മാർ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ കേൾക്കുക മാത്രമേ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ നിവൃത്തിയുള്ളൂ, നിയമപരമായിട്ട് പുരുഷന്മാർക്കൊന്നും ചെയ്യാം. മണ്ടൻ, ലോകമണ്ടൻ. അവൻ മണ്ടനാണെന്നുള്ളത് അവൻ്റെ വക്കീൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിന് ജയിലിൽ പോയ വ്യക്തിയാണല്ലോ. ആ കേസിൽ 16 ദിവസം ജാമ്യം കിട്ടാതെ കിടന്നപ്പോൾ 3 or 4 അഡ്വക്കേറ്റിനെ മാറ്റി. അത് തന്നെ ഒരു മണ്ടത്തരമാണ്, ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഞാൻ മുകേഷ് നായരോട് പറയുകയും ചെയ്തു. ശാസ്ത്രമംഗലം അജിത് കുമാറിനെ പോലുള്ള ഒരാളിനെ വച്ചിട്ട് അയാളെ മാറ്റിയിട്ട് വേറെ 1, 2, 3 വക്കീലന്മാരെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മണ്ടത്തരം ലോകത്തുണ്ടോ? അതുമാത്രമല്ല, അവസാനം ഉണ്ടായിരുന്ന വക്കീൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ല, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞാൽ അവസാനം ജാമ്യം എടുത്തു കൊടുത്ത 16-ാമത്തെ ദിവസം.
അപ്പോൾ ബുദ്ധിയില്ല എന്നുള്ള അവിടെ തന്നെ തെളിഞ്ഞു, അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞു. ഇവിടെ ചാനലുകളിൽ കിടന്ന് ചലയ്ക്കാനല്ലാതെ വേറൊരു കാര്യം അറിയില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ചെയ്യൂ. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ബസ്സിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇവനെ പോലുള്ള ഊളകൾ കിടന്ന് ഉടനെ അത് കയറി അങ്ങ് അവൻ്റേതാക്കി മാറ്റും. അതുകൊണ്ടാണ് ഇത്രയും നാൾ ചെയ്യാതിരുന്നത്. ഇവനൊക്കെ ചെയ്യട്ടെ. മുൻപ് ദീപകിൻ്റെ കേസുമായിട്ട് നമ്മളൊരു കാര്യം ചെയ്തു, ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യം വിജയിപ്പിക്കും, അതിന് യാതൊരു മാറ്റമില്ല. അതിനുശേഷം പേയാട്, തിരുവനന്തപുരം ജില്ലയിൽ പേയാട്, രാഹുൽ എവിടെയാണ് താമസിക്കുന്നത്? രാഹുലും ഈ പേയാടുമായിട്ടുള്ള ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ 15 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവിടെ പോയി ഞാൻ കയ്യിലെ സർജറി കഴിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഒന്ന് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റിയില്ല. കാര്യം അജിത് കുമാർ അവിടെ ഇല്ല. അതുകൊണ്ട് അജിത് കുമാർ അവിടെ ഉണ്ടെങ്കിൽ വിജയിപ്പിച്ച് കൈ കൊടുത്താൽ അവൻ്റേതാക്കി മാറ്റാൻ അവനറിയാം. ഇങ്ങനെയുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള കുറേ വേട്ടവാളിയന്മാർ. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നും വിജയിപ്പിച്ചെടുക്കുക, നമ്മൾ പുരുഷന്മാരുടെ നീതിക്ക് വേണ്ടി പോരാടുക, അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി യുവന്മാർ നിൽക്കും. മെനഞ്ഞാന്ന് പ്രിയങ്ക മേഡം എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഇവർ തമ്മിൽ അപ്പോൾ സംസാരിക്കുന്നുണ്ടാവാം. അപ്പോൾ രാഹുൽ ഈശ്വറിനെ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും രാഹുൽ ഈശ്വറിനെ ഇനി നമ്മുടെ സംഘടനയിൽ ഒരു പ്രവർത്തനങ്ങൾക്കും വിളിക്കില്ല. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് ഹണി റോസൊക്കെ പരാതി കൊടുത്തപ്പോൾ കൂടെ പോയ ആളല്ലേ. ഈ സംഘടനയും കൂടി ഉണ്ട്, ഞാനും കൂടി ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഊരി പോകുന്നത്. അല്ലാതെ ഇവൻ്റെ മിടുക്കൊന്നും അല്ല ഈ പൊട്ടൻ്റെ. ഇവരൊക്കെ പരാതി കൊടുത്തതൊക്കെ എനിക്കെതിരെ അല്ല, ഇവനെതിരെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അവിടെ പോയി ഞാൻ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച നമ്മൾ കൂടെ ഉള്ളതുകൊണ്ടാണ് അന്നൊക്കെ തടി ഊരി പോകുന്നത്. അതെല്ലാം പോട്ടെ. അപ്പോൾ ഇനി ഒരു കാരണവശാലും പ്രിയങ്ക മേഡത്തോട് ഞാൻ പറഞ്ഞു, രാഹുൽ ഈശ്വറിനെ ഇനി മെനഞ്ഞാന്ന് രാത്രി വൈകിട്ട് പറഞ്ഞതാണ്. ഇന്നലെ ഉടനെ പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. എന്താണ്? ഞാനും എൻ്റെ സംഘടനയും മെൻസ് അസോസിയേഷൻ ആത്മ കുറച്ച് 4 കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 60 വയസ്സിന് മേളിലുള്ളവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം. വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ ആൺകുട്ടികളും, വിദ്യാർത്ഥിയാണോ അവന് ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ സീറ്റ് സംവരണം, പുരുഷന്മാർക്ക് സീറ്റിൽ ഇരിക്കാനുള്ള സീറ്റ് വേണം, സംവരണം വേണം. പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ആയിക്കോട്ടെ, IT മേഖലയിലായിക്കോട്ടെ, ഏത് മേഖലയിലുള്ള സ്ത്രീകളും നല്ല ശമ്പളം, ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കാൻ പാടില്ല. ഇങ്ങനെ 4 കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതിനെ ഉടനെ ഇവൻ്റേതാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പത്രസമ്മേളനം വെച്ചിട്ട് ബസ് തടയിലൊന്നും ഞങ്ങൾക്ക് അനുമതി എന്ന് വെച്ചാൽ പാടില്ല എന്നുള്ള രീതിയിൽ ഈ സംഘടനയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും 7 മെമ്പർമാരുമുണ്ട്. ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരുമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും, സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ളവർ തീരുമാനിക്കും. ഒരാൾ പോലും വേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ചർച്ച ചെയ്തപ്പോൾ വേണം, എല്ലാ പേരും വരും, പ്രവാസികളല്ലാത്ത എല്ലാ പേരും ഇവിടെ ഉണ്ടാവുന്ന ആളെ. അത് ഞങ്ങളുടെ തീരുമാനമാണ്. അതിൽ കയറി നീ ഉണ്ടാക്കാൻ വരേണ്ട കാര്യമില്ല. മനസ്സിലായോ? നീ ആദ്യം നിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. നീ മനസ്സിലായോ? നിനക്ക് സ്വന്തമായിട്ട് നീ ഇപ്പോൾ ഈ ഇടയ്ക്ക് എറണാകുളത്ത് പോയി ആദ്യം ഒരു ആഗോള പുരുഷ സംഭവം എന്നും പറഞ്ഞുകൊണ്ട് നീ കൊണ്ടുവന്നു. എന്നിട്ട് അനൗൺസ് ചെയ്തിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവസാനം 2 മാസത്തിന് മുമ്പേ എറണാകുളത്ത് നിൻ്റെ തല നിൻ്റെ ഫിഗർ എന്നും പറഞ്ഞിട്ട് നീ ഒരു സാധനം ചെയ്തു. അവിടെ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. കാരണം നീ എന്തൊക്കെ പറഞ്ഞിട്ട് പോയാൽ ഫ്രീ മെമ്പർഷിപ്പ്. ഏത് സംഘടനയ്ക്കാണ്? അങ്ങനെ ഒരു സംഘടന നീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? സംഘടന ഇല്ലാത്തത് നിനക്കൊക്കെയാണ്. മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ സംഘടന രജിസ്റ്റർ ചെയ്യാൻ ഇനി ആർക്കും പറ്റില്ല. പുരുഷന്മാർക്ക് കേരളത്തിൽ ഇപ്പം നമ്മുടെ ഓൾ കേരളയാണ്. ഓൾ എന്ന് പറയാൻ കാര്യം, കേരള എന്ന് പറഞ്ഞാൽ ഓളാണ്. മണ്ടന്മാർക്ക് അറിയില്ല അത്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ മെൻസ് അസോസിയേഷനാണ്, ഓൾ കേരളയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം തരില്ല. ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന, ഏതോ ഒരു സംഘടന ഫ്രീ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ 2 മാസത്തിന് മുമ്പ് എറണാകുളത്ത് ഉണ്ടാക്കാൻ പോയത്. അന്നൊന്നും നമ്മളതിന് വേണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മളിങ്ങോട്ട് വിളിക്കില്ല എന്ന് കാണുമ്പോൾ, നമ്മുടെ എന്താ പറയുക, മാധ്യമങ്ങളുടെ ഷോ കാണിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഉടനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് പറയേണ്ട കാര്യമില്ല. നിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ കാണില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരാരെയും വീഡിയോ കാണില്ല. അപ്പം നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തിടും, ഇതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് കയറി കാണും ഞാൻ. അല്ലാതെ നിൻ്റെ ഒന്നും വീഡിയോ കാണുകയോ നിൻ്റെ ഒക്കെ പിറകെ വരാനോ എനിക്ക് സമയമില്ല. കാരണം നിന്നേക്കാളുമൊക്കെ തലയിൽ ആൾ താമസം എനിക്കുണ്ട്. ഒരു കാര്യം എങ്ങനെ ചെയ്യണം, ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകണം, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും പരിഹാരം കണ്ടിട്ടാണ് എന്നെയാണ് പോകുന്നത്. ഒരാളും അയ്യോ ഇവിടെ നിയമമില്ല
അനുവദിക്കുന്നില്ല, എനിക്കറിയില്ല എന്ന് ഞാൻ പറയാറില്ല. എനിക്കറിയാം അത് നടക്കുമെങ്കിൽ നടക്കും. നടക്കാത്ത കാര്യം എന്താ? ഇന്നുള്ള നിയമങ്ങൾ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിന് തലയിൽ ആൾതാമസം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇടപെടുന്ന ഇനി ഒരു കോടതി പോയാൽ അഡ്വക്കേറ്റിനും തലയിൽ ആൾതാമസം ഉണ്ടെങ്കിൽ കേസ് വിജയിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യ ഉടായ്പകൾ ഇങ്ങോട്ട് കാണിക്കരുത്, ഈ സംഘടനയോടും എന്നോടും. മനസ്സിലായല്ലോ? താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ കഴിവുണ്ടാക്കും. അത് കഴിവില്ല എന്നുള്ളത് പല പ്രാവശ്യം തെളിയിച്ചല്ലോ. ഇപ്പോൾ ലാസ്റ്റ് എറണാകുളത്ത് ഉണ്ടാക്കിയിട്ടും ഫ്രീ മെമ്പർഷിപ്പ് വെച്ചു. വേറെ ഫ്രീ എന്ന് പറയുന്നത് കഴിവില്ലാത്തവൻ വയ്ക്കുന്ന സാധനമാണ്. മനസ്സിലായോ? ഒരാൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവൻ കൊടുക്കുന്ന സാധനമാണ്. കഴിവുള്ളവൻ മെമ്പർഷിപ്പ് എടുപ്പിച്ച് തന്നെ ചെയ്യും. ഞാൻ വേറൊരുത്തൻ്റെ ഒന്നും അഴിമതിയോ അല്ലെങ്കിൽ പൈസ ആയിട്ടോ എനിക്കെതിരെ വേറെ ആരോപണം ഉന്നയിച്ചാലും എൻ്റെ രോമത്തിൽ തൊടാൻ ഒരുത്തനും പറ്റില്ല. കാരണം ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മെമ്പർഷിപ്പ് ബൈലോ പ്രകാരം ഏതൊരാളിനും മെമ്പർഷിപ്പ് കൊടുക്കാനും കൊടുപ്പിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട്, എൻ്റെ സംഘടനയിലുള്ള 8 പേർക്കും ഉണ്ട്. മനസ്സിലായോ? എന്നുവെച്ചാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വിടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നീയൊക്കെ എന്തൊക്കെ തള്ളിയിട്ടും ഞാനൊന്നും പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നീയൊക്കെ ചിലക്കാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ തീരും, ഉടനെ തീർക്കും, ഒരു മാറ്റമില്ല. അപ്പോൾ രാഹുൽ ഈശ്വറിനോട് ഒന്നുകൂടി പറയുകയാണ്, ഇങ്ങോട്ട് ഈ സംഘടനയ്ക്കെതിരെയോ സംഘടനയ്ക്കിട്ട് ചൊറിയാനോ എനിക്കിട്ട് ചൊറിയാനോ വരണ്ട. നിന്നെ ഒന്നും ഇനി അടുപ്പിക്കാൻ. കാര്യം ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് കിടന്നപ്പോൾ നിൻ്റെ വീടും എൻ്റെ വീടുമായിട്ട് എൻ്റെ ഓഫീസുമായിട്ട് എത്ര കിലോമീറ്റർ ഉള്ളത്? 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഞാൻ വയ്ക്കുകയാണെങ്കിൽ അജിത്ത് എവിടെ വേണോ വെച്ചോ. അപാര എളിമയാണ്. ഈ എളിമ കാണിക്കുന്നവർ ലോക ഉടായിപ്പ. മനസ്സിലായോ? ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിനക്ക് അനുകൂലമായിട്ട് മുമ്പ്. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നവനാണ് രാഹുൽ ഈശ്വർ. അത് നീ പക്ക ഫ്രോഡാണെന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കിയത്. ഞാൻ ഇത്രയും നിസ്സഹായനായിട്ട് ഇവിടെ കിടന്നപ്പോൾ കേൾക്കാൻ പോലും തയ്യാറാവാത്ത നീയാണോ പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ നടക്കുന്നത്? നിനക്കതിൽ നീ പച്ച തള്ളക്കി വിളി കേട്ടുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ കൂടെ വന്ന് ഇതിൽ കയറിയതിന് ശേഷം ഒരു അല്പം നിനക്ക് പോസിറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ച് നീ അങ്ങോട്ട് മുതലാക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? പിന്നീട് നോക്കിയപ്പോൾ അജിത്തും വേണ്ട, സംഘടനയും വേണ്ട, ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നീ ഇപ്പോൾ ആ മുകേഷ് നായരെ മുതലാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? മുകേഷ് നായരെ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകേഷ് നായരോട് പറയുകയും ചെയ്തു, നിങ്ങളെ മുതലാക്കുകയാണ് ഇപ്പോഴും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നീ അദ്ദേഹത്തെ വെച്ച് കാര്യം നിൻ്റെ കൂടെ ഇരിക്കാൻ ഒരാൾ വേണം, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, നീ കാണിക്കുന്ന ഗുരുതരമായിട്ടുള്ള കാര്യം. പിന്നെ ഇപ്പോഴാണ് അതൊക്കെ നോക്കുന്നത്. സംഘടനയുടെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ അതിൽ എൻ്റെ ഫോട്ടോ കാണും, കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ കാണും. അങ്ങനെ എൻ്റെ ഉള്ള ഒരു ഫോട്ടോ പോലും ഇവൻ സ്റ്റാറ്റസ് ഇട്ടില്ല. ഈ രാഹുൽ ഈശ്വർ അറിയോ? ഇവൻ സ്റ്റാറ്റസ് ഇവൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. സ്റ്റാറ്റസ് ഇട്ടില്ല. ഇവൻ്റെ തല ഇവൻ്റെ പേരുള്ള സാധനം മാത്രമേ ഇടുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇവൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇത്രയ്ക്ക് നീചനാണ് ഇവൻ ഈ മറ്റു മതക്കാരെയൊക്കെ ഇങ്ങനെ സോപ്പിട്ട് പറയുന്നില്ലേ? ഇവൻ ലോക ഫ്രോഡാണ്. ഇവൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കണം ഇവ ആളാരാണെന്നുള്ളത്. ഞാനൊരു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു മാറ്റമില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് ബന്ധമുള്ളത് മുസ്ലിങ്ങളാണ്. ഞാൻ അങ്ങോട്ട് സഹായിക്കുകയും എന്നെ ഇങ്ങോട്ട് സഹായിക്കുകയും ചെയ്തിട്ടുള്ള മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളും അത്യാവശ്യം കുറച്ച് പേര് എനിക്ക് ബേസിക്കലി നമ്മളെല്ലാം പണ്ട് ഹിന്ദുക്കളായിരുന്നല്ലോ, പിന്നീട് നമ്മൾ ക്രിസ്ത്യൻസൊക്കെ ആയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിന്നെപ്പോലുള്ള ഉടായ്പ് വേലകൾ ഇങ്ങോട്ട് കാണിക്കണ്ട. നിൻ്റെ എളിമയെന്ന് പറയുന്നത് നീ ഏതെങ്കിലും പ്രോഗ്രാം വെച്ചിട്ട് കാസർഗോഡ് വെച്ചാൽ വരാമെന്ന് പറയുന്ന ആളാണ്. അജിത്ത് എവിടെയാണെന്ന് പറഞ്ഞാൽ വന്നോളാം. ഞാനിവിടെ ആക്സിഡൻ്റായിട്ട് മരിക്കാൻ കിടന്നപ്പോൾ ഒരു ദിവസം വരാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിളിച്ച് പറഞ്ഞവനാണ്. കാര്യം ഞാൻ കേരളത്തിലെ ഏത് പുരുഷന്മാർ പറഞ്ഞാലും അവർക്ക് ഒരാശ്വാസം പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം കേൾക്കാൻ എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാത്ത അപ്പോഴേക്കും അവൻ എന്ത് ചെയ്തെന്നറിയോ? അവൻ പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെൻസ് കമ്മീഷൻ അവൻ്റെ കുടുംബ സ്വത്താക്കാൻ വേണ്ടിയിട്ട്. ഇതാണോ ചെയ്യേണ്ടത്? മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞിനെ എടുത്ത് നമുക്ക് ഒരുമിച്ച് വളർത്താം എന്നാണ് ഞാൻ ഇവനോട് ഒരുമിച്ച് വളർത്താം. കാര്യം മെൻസ് കമ്മീഷൻ പോലുള്ള ഇതുപോലുള്ള ആവശ്യങ്ങൾ, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. അതിന് വേണ്ടിയിട്ട് അവന് കൊടുത്തപ്പോൾ അവൻ കുടുംബസ്വത്താക്കാൻ, ശബരിമല അവൻ്റെ കുടുംബസ്വത്താക്കിയതുപോലെ കുടുംബസ്വത്താക്കാൻ വേണ്ടി നടന്ന മോനാ. അവനാണോ മറ്റുള്ള പുരുഷന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ കൂടെ നടന്ന് ഇവന് വേണ്ടി കാശ് മുടക്കി, ഇവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ സംഘടനയ്ക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി 1 രൂപ ഇന്ന് വരെ മുടക്കിയിട്ടില്ലല്ലോ.
ഇവന് വേണ്ടി ഒരുപാട് കാശ് മുടക്കിയിട്ടുള്ളതാണ്. ഇവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള എനിക്ക് ഒരു വിഷയം വരുമ്പോൾ എൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് കേൾക്കാൻ തയ്യാറാവാത്തവൻ ഈ ആർക്ക് വേണ്ടി എന്താ ഇവൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് മറക്കരുത് എല്ലാവരും. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇവിടെ കുറച്ച് ഒരു ഏതാനും ചിലർ നമ്മുടെ സംഘടനയെ പുറത്താക്കിയവരാണ് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. അത് അത്രയും നിങ്ങൾ കണ്ടാൽ മതി. അവന്മാർ എങ്ങനെ ഇതിനെ പൂട്ടിക്കാമെന്നാണ് നോക്കണം. എടോ, തീയിൽ കുരുത്തത് ഒരിക്കലും വെയിലത്ത് പാടില്ല, അതാദ്യം മനസ്സിലാക്കണം. ഞാൻ തീയിൽ ഒരുപാട് സഹിച്ച് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താണ് ഈ 20 വർഷം, ഇത് 20ാമത്തെ വർഷമാണ് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത്, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാതെ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അതിൻ്റെ നക്കാപ്പിച്ച കഴിച്ചവന്മാരാണ് നീയൊക്കെ. മനസ്സിലായില്ലേ? നീയൊക്കെ നെഗറ്റീവ് ഇട്ടോ, എനിക്കെന്താ? നിൻ്റെയൊക്കെ നെഗറ്റീവ് ഉടനെ നിൽക്കും. നീയൊക്കെ മാപ്പ് പറയും. അത് ഒരല്പം ഡോസ് തന്നിട്ടുള്ള മാപ്പായിരിക്കും. പിന്നീടുള്ള ഡോസ് മാപ്പ് പറഞ്ഞതിന് ശേഷം ഒരു മാറ്റവും. എനിക്ക് ആരെയും പേടിക്കുന്നവനൊന്നുമല്ല വട്ടിയൂർക്ക വാസികുമാർ. ഫൈറ്റ് ചെയ്ത് വന്നതാ താഴെ നിന്ന്. തീയിൽ നിന്ന് കുരുത്തവനാ. വെയിലത്ത് പാടുമെന്ന് വിചാരിക്കണ്ട. പാടിക്കാൻ നോക്കിയാൽ നടക്കത്തുമില്ല. ഓക്കെ, താങ്ക് യു.